ഹലോ ഓൾ. അപ്പോൾ നീറ്റ് 2026 ആസ്പിറൻസ് ഒക്കെ അവരുടെ പ്രിപ്പറേഷൻ്റെ ഒരു പീക്ക് ടൈമിലായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് മുന്നിലുണ്ടാവും, ഒരുപാട് ചാപ്റ്റേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിൻ്റെ എല്ലാ ഇടയിൽ പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതല്ലെങ്കിൽ മെൻറ്റർഷിപ്പിനും മറ്റും പോകുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അവർക്ക് ഒരുപാട് പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ പെൻഡിങ്സും കാര്യങ്ങളും എങ്ങനെയാണ് തീർക്കുക എന്നുള്ളത്. സോ എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പെൻഡിങ് ഉണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. പെൻഡിങ് ചാപ്റ്റേഴ്സ് നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാൾക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നോർമലാണ്. അപ്പോൾ അത് നോർമലാണ് എന്ന് മനസ്സിലാക്കുക. അത് പെൻഡിങ് ഉള്ളത് കാരണം നമ്മൾ ഓവർ ടെൻസ്ഡ് ആവാതിരിക്കുക. നമ്മൾ ഒരുപാട് പെൻഡിങ് ഉണ്ട് എന്ന് പറഞ്ഞ് ടെൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിനെ കൂടി അത് എഫക്റ്റ് ചെയ്യും. അത് മനസ്സിലാക്കുന്നതും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട സമയം കൂടെ നമ്മൾ ഇതിൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ച് കളയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പെൻഡിങ്ങുള്ള ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ടൈമിൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ പഠിക്കുന്നത്, ഏത് രീതിയിലാണോ പ്രിപ്പയർ ചെയ്യുന്നത്, അവിടെ നമുക്ക് വരുന്ന ഷെഡ്യൂൾ, നമുക്കുള്ള ടൈം ടേബിൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഷെഡ്യൂളിൽ ഇപ്പോൾ ഉള്ള ചാപ്റ്റർ, അതിൻ്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതിൻ്റെ ക്ലാസ്സസ് കാണാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും നോട്ട്സ് എഴുതാനാണെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിലും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, എവിടേക്കാണ് എനിക്ക് പെൻഡിങ് ഉള്ളത്, ഏതൊക്കെ ചാപ്റ്ററിൻ്റെ ക്ലാസ് കാണാനുണ്ട്, ഏതൊക്കെ ചാപ്റ്റർ പഠിക്കാനുണ്ട്, ഏതിൻ്റെയൊക്കെ നോട്ട്സ് എഴുതാനുണ്ട്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട് എന്നുള്ള കറക്റ്റ് ലിസ്റ്റ് നമ്മുടെ കയ്യിൽ വേണം. അത് എത്ര ചാപ്റ്റർ ആയിക്കോട്ടെ, ആ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇപ്പോഴത്തെ ഷെഡ്യൂള് ശരിക്കും ഫോളോ ചെയ്യാതെ നമ്മളെ പെൻഡിങ്സിന് വേണ്ടിയിട്ട് ടൈം കളയരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒഴിവാകുകയും ഇപ്പോൾ ഷെഡ്യൂളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആ പെൻഡിങ് ലിസ്റ്റിലേക്ക് ആഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുക. അത് ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് ഫാസ്റ്റ് ആക്കാൻ ശ്രമിക്കുക. ഓരോ ദിവസത്തെ ഷെഡ്യൂൾ എത്ര പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തീർത്തതിന് ശേഷം ബാക്കി കിട്ടുന്ന ഒരു ചെറിയ സമയമാണെങ്കിൽ ആ ചെറിയ സമയം ഈ പെൻഡിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. നമുക്ക് ഓരോ ദിവസവും എക്സ്ട്രാ കിട്ടുന്ന ആ ചെറിയ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ച് തീർക്കാൻ ടൈം കിട്ടൂല. പക്ഷെ സ്റ്റിൽ ആ ഉള്ള ടൈമിൽ നമുക്ക് ഇപ്പോൾ അതിൻ്റെ ക്ലാസ് കാണാൻ കഴിയുമെങ്കിൽ ആ ക്ലാസ് കാണാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാൻ പെൻഡിങ് ഉള്ളതാണെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ഓരോ ദിവസം നമ്മൾ എക്സ്ട്രാ ഒരു ചെറിയ ടൈം കണ്ടെത്തുകയും ആ ടൈമിൽ പെൻഡിങ്സ് പടിപടിയായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ മറ്റൊരു ഡൗട്ടായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്, ഒരു ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കുമല്ലോ അടുത്ത ചാപ്റ്ററിൽ ഉണ്ടാവുക. അപ്പോൾ ആ ചാപ്റ്റർ പെൻഡിങ് ആയി കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കില്ല എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഷെഡ്യൂളിലുള്ളത് രണ്ടാമത്തെ ചാപ്റ്റർ ആണെന്ന് വിചാരിക്കുക. ആ ചാപ്റ്ററിൽ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് നിന്ന് ആവശ്യമുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കൺസെപ്റ്റാണ് മറ്റേ ചാപ്റ്ററിൽ നിന്ന് മിസ്സായിട്ടുള്ളത് എന്നുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യാം, ആ ടൈമിൽ പഠിക്കുക. ബാക്കിയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു എക്സ്ട്രാ ടൈം കണ്ടെത്തിയിട്ട് ആ ടൈമിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റേഴ്സ് പഠിക്കുന്ന ഒരു ടൈമിൽ ഈ പെൻഡിങ്സ് തീർക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യാം, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുകയാണെങ്കിലും റിവിഷന് വേണ്ടി മാത്രം നമ്മൾ കുറച്ച് ടൈം മാറ്റി വെച്ചിട്ടുണ്ടാവും. ആ ഒരു ടൈം എന്ത് ചെയ്യുക, ഈ ഒരു പെൻഡിങ്സ് ഉള്ള ചാപ്റ്റേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ആരും നീറ്റ് പ്രിപ്പറേഷൻ്റെ ഇടയിൽ നമ്മുടെ പെൻഡിങ് ചാപ്റ്റേഴ്സിനെ കുറിച്ച് ടെൻഷൻ അടിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിന് കൊളാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെൻഡിങ്സ് തീർക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ടൈം കിട്ടും. അത് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ മാത്രം മതി. സോ എല്ലാവരും പെൻഡിങ്സ് ഉള്ള ചാപ്റ്റേഴ്സ് ഈ രീതിയിൽ ഫിനിഷ് ചെയ്യാൻ നോക്കാം. ഓൾ ദ ബെസ്റ്റ്.